അത് ഞാൻ ഇന്ന് ഒരു സേഫായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഇന്നിപ്പോൾ LDFിൻ്റെ പരാജയത്തിന് കാരണമായി UDFിന് ഗുണം കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റാണ്, UDFിന് ഗുണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊരു പെർമനന്റ് ഗുണം അസംബ്ലി ഇലക്ഷനിൽ അവർക്ക് കിട്ടുമെന്ന് അവർ വിചാരിക്കരുത്. മുന്നേറ്റമാണ് NDA സംസ്ഥാനത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ്. അതിലൊരു മുൻതൂക്കം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നേട്ടത്തെ കാണുന്നത്? അല്ല, ഞാൻ ഇന്നിപ്പോൾ പ്രസ് കോൺഫറൻസ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാവരും കാണുന്നത് നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വലിയ ഒരു മൊമെൻ്റാണ് ഇന്ന്. കാരണം ആദ്യമായിട്ട് ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാടിന് ജനങ്ങൾ പിന്തുണ തരുന്നു, അവർ അതിന് സ്വീകരിക്കുന്നു, ഇങ്ങനെ ഒരു വിജയം തരുന്നു. അതുകൊണ്ട് ഞാൻ കാണുന്നത് ഇതുവരെ നമ്മൾ കണ്ടതും സഹിച്ചത് ഒരു വിവാദ രാഷ്ട്രീയമായിരുന്നു. ഇനി വരാൻ പോകുന്ന കാലത്ത് BJP NDA മുമ്പോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയം, അതിന് നല്ലൊരു പിന്തുണ ജനങ്ങൾ തരും. അതിന് സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരാണെങ്കിലും, അത് LDF ആണോ UDF ആണോ, വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവരെ ഞങ്ങൾ ഫോഴ്സ് ചെയ്യും. കാരണം ഇനിയിപ്പോൾ പണ്ട് കാലം പോലെ എന്തും പറഞ്ഞ് ജനങ്ങളെ വെടിയാക്കുന്ന രാഷ്ട്രീയത്തിന് കാലമെല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് LDFിൻ്റെ പരാജയം. ഇത് ഒരു സെമി ഫൈനലായിട്ടാണ് വിലയിരുത്തിയിരുന്നത്. അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫൈനലായി. സെമി ഫൈനൽ ഞാൻ പറഞ്ഞതേ ഇല്ല. ഞാൻ പറഞ്ഞത് ഇത് ഫൈനലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഇലക്ഷൻ്റെ ഫൈനലാണ്. ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഈ സ്ഥാപനങ്ങളാണ്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു വികസനം കൊണ്ടുവരാനും ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് പിന്തുണ തരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. ഞങ്ങൾക്ക് പിന്തുണ തന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലോട്ട് പോകുമ്പോൾ അത് വലിയൊരു ഊർജ്ജമാണ് ഈ തെരഞ്ഞെടുപ്പ്, അല്ലേ? അതെ, അത് ഞാൻ ഇന്ന് ഒരു സേഫായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഇന്നിപ്പോൾ LDFിൻ്റെ പരാജയത്തിന് കാരണമായി UDFിന് ഗുണം കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റാണ്, UDFിന് ഗുണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊരു പെർമനന്റ് ഗുണം അസംബ്ലി ഇലക്ഷനിൽ അവർക്ക് കിട്ടുമെന്ന് അവർ വിചാരിക്കരുത്. കാരണം LDFിൽ ഈ അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നത് ഒരു ഫൈറ്റ് ആയിരിക്കും UDFും NDAയും തമ്മിൽ. വികസനത്തിനെ കുറിച്ചായിരിക്കും ആ ഫൈറ്റ്. ഇതുവരെ UDFിനെ കുറിച്ച് ആരും ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. കാരണം ഇതൊരു LDFിൻ്റെ ഒരു ആന്റി ഇൻകംബൻസി ഇലക്ഷൻ ആയിരുന്നല്ലോ. LDFിൻ്റെ അഴിമതിനെ കുറിച്ചും LDFിൻ്റെ പരാജയം, ഭരണമില്ലായ്മ, വികസനമില്ലായ്മയെ കുറിച്ചായിരുന്നു ചർച്ച. അതിൻ്റെ കുറച്ച് ഫലങ്ങൾ UDF കിട്ടി. ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ UDF ആയിരിക്കും. UDF ഇതിൽ നമ്മുടെ നാട്ടിൽ എത്രയോ തവണ ഭരിച്ചത് ഒരു UDF ഒരു കോalitionാണ്. അവർ ഭരിക്കുമ്പോൾ എന്ത് ചെയ്തു, അവർക്ക് ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, അതിനെക്കുറിച്ചെല്ലാം ഇനിയിപ്പോൾ ചർച്ച ചെയ്യും. ജനങ്ങൾ ചർച്ച ചെയ്യും, ഞങ്ങളും ചർച്ച ചെയ്യും. അതായത് NDAയും UDFും തമ്മിലായിട്ടുള്ള മത്സരമാണെന്നാണ് അത് കൃത്യമായി. 10 കൊല്ലം LDF ഭരിച്ചു. ഇനിയിപ്പോൾ എന്ത് കാരണവശാലും ജനങ്ങൾ LDFിന് ഒരു അവസരം കൊടുക്കില്ല അസംബ്ലിയിൽ. അത് 100% ഇന്ന് തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ UDF ആയിരിക്കും, അല്ലെങ്കിൽ LDA ആയിരിക്കും. അപ്പോൾ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ ഒരു 2-way ഫൈറ്റ് ആയിരിക്കും, UDF വേഴ്സസ് NDA. ഇനിയിപ്പോൾ UDFിനെ കുറിച്ച് നമ്മളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ശബരിമല കൊള്ള എവിടെ തുടങ്ങി, ആര് തുടങ്ങി, എങ്ങനെ തുടങ്ങി, അതെല്ലാം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇനി വരാൻ പോകുന്ന കാലം അത് ചെയ്യും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണകിട്ടിരിക്കുകയാണ്. നമ്മുടെ മേയർ ആരായിരിക്കും എന്നുള്ളതൊക്കെ അതേ സമയത്ത് പറയാം. അത് തീരുമാനിച്ചു കഴിഞ്ഞ് പാർട്ടി തീരുമാനിച്ച്, നമുക്കൊരു രീതിയുണ്ട്. അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പറയാം.